വേഗത്തിൽ വചനധ്യാന ചിന്തയിലേക്ക്, മോർണിംഗ് ഡിവോഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. സാംസ് ചാപ്റ്റർ 22 വേർഡ്സ് 4. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. നമ്മുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, നമ്മളെ അവൻ വിടുവിച്ചു. ആശ്രയിച്ചവരെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഇന്നലകളിൽ നമ്മളെ ദൈവം വിടുവിച്ച മേഖലകൾ, നമ്മുടെ ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ നമ്മെ വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഒന്ന് തൊട്ട് ഇത് കുരുക്ക്, ശത്രു എന്താണോ അവൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നത്, ഏതിലേക്കാണ് നമ്മളെ തള്ളിയിടാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ സിംഹക്കുഴിയാകാം, ഒരുപക്ഷെ അഗ്നിച്ചൂളയാകാം, എന്തുമാകട്ടെ. ഇന്ന് പ്രിയ ദൈവ പൈതലെ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഏത് സാഹചര്യവുമാകട്ടെ, അത് രോഗമാകാം, കടമാകാം, ചില പരീക്ഷണങ്ങളാകാം, പരിശോധനകളാകാം, ഹൃദയഭാരവുമായി ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദത്തിങ്കൽ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലെ, പ്രിയ മാതാവേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയുന്നു, നിങ്ങളെ വിടുവിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ദൈവം ശക്തനാണ്. നമ്മുടെ പിതാക്കന്മാർ അവങ്കൽ ആശ്രയിച്ചു, നിങ്ങൾ ആശ്രയിച്ചു. അപ്പോൾ ആരെയാ ദൈവം വിടുവിക്കുന്നത്? ഒന്ന് ആശ്രയിക്കുന്നവനെ ദൈവം വിടുവിക്കും. നമ്മുടെ ആശ്രയം എവിടെയാണ്? ചിലരുടെ ആശ്രയം രഥങ്ങളിലും കുതിരകളിലുമാണ്. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു വീണുപോയെന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. 20-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചവർക്ക് എന്തു പറ്റി? 8-ാം വാക്യം, അവർ കുനിഞ്ഞു വീണുപോയി. എന്നാൽ ഞങ്ങൾ അവരുടെ കഴിവുകളിൽ, ഡിഗ്രികളിൽ, അങ്ങനെ പലതരത്തിലുള്ള ആശ്രയം. ചിലർ ജഡത്തിൽ, സ്വന്തം വിവേകത്തിൽ, ബുദ്ധിയിൽ, ചിലർ മാതാപിതാക്കളിൽ, ചിലർ മക്കളിൽ, ചിലർ ജോലിയിൽ, അങ്ങനെയൊക്കെ ആശ്രയിക്കുമ്പോൾ, ആശ്രയങ്ങളൊക്കെ മാറി മാറിപ്പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ ആ സർവശക്തനിൽ ആരാശ്രയിക്കുന്നോ അവനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ അവങ്കൽ ആശ്രയിച്ചു, അവൻ അവരെ വിടുവിച്ചു എന്നാണ് നാം വായിച്ചത്. ആമേൻ, സ്തോത്രം, ആമേൻ. ഒന്ന്, ആശ്രയിക്കുന്നവരെ ദൈവം വിടുവിക്കും. ആരെയാ ദൈവം വിടുവിക്കുന്നത്? ആശ്രയിക്കുന്നവരെ ദൈവം വിടുവിക്കും. ആമേ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആമേ. അതിൻ്റെ 5-ാം വാക്യം ശ്രദ്ധിച്ചോ? അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, അവർ നിങ്ങൾ ആശ്രയിച്ചു, അതുകൊണ്ട് അവർ ലജ്ജിച്ചു പോയില്ല. കമോൺ, ഈ പകൽ ആര് ആമേൻ പറയും? നീ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. ആശ്രയിച്ചവനെ ദൈവം വിടുവിച്ചു. ഏതൊക്കെയോ വലിയ ലജ്ജകൾ, ഏതൊക്കെയോ വലിയ നിന്ദകൾ, ഏതൊക്കെയോ വലിയ അപമാനങ്ങൾ വരുമെന്ന് ഭാരപ്പെടുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നീ അവങ്കൽ ആശ്രയിക്കുന്നെങ്കിൽ അവൻ നിന്നെ ആ ലജ്ജയ്ക്കകത്തു നിന്നും വിടുവിക്കും. ആമേൻ. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. എവിടെ നിന്ന് വിടുവിച്ചു? അവർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ലജ്ജിച്ചു പോയില്ലേ? എന്തൊക്കെയോ ലജ്ജകൾ, അത് കുടുംബജീവിതത്തിലാകാം, ജോലി മേഖലയിലോ ശുശ്രൂഷകളിലോ.
വിഷയത്തിലാകാം. ഇന്ന് കർത്താവ് പറയുന്നില്ല, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. പിതാക്കന്മാർ അവനിൽ ആശ്രയിച്ചു, അവർ അവനെ വിടുവിച്ചതുപോലെ എന്നെയും നിങ്ങളെയും നമ്മളുടെ സ്തോത്ര ശാരീരിക, മാനസിക, ഭൗതിക, സാമ്പത്തിക മേഖലകളിൽ വിടുവിപ്പാൻ ഒരു ലജ്ജ വരാതെ, ശുശ്രൂഷകളിൽ ഒരു ലജ്ജ വരാതെ, കുടുംബ ജീവിതത്തിൽ ഒരു ലജ്ജ വരാതെ, ഒരു നിന്ദ സംഭവിക്കാതെ, തലമുറകളുടെ കാര്യത്തിൽ സംഭവിക്കാതെ നമ്മളെ വിടുവിക്കുന്ന ദൈവമുണ്ട്. എത്ര പേർ അതിന് അമ്മീൻ പറയും? ഈ പ്രഭാതത്തിൽ അവങ്കിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അപ്പച്ചനെ കയറി പിടിക്കുക എന്നാണ്. കർത്താവിൻ്റെ പാദത്തിൽ കയറി പിടിക്കുക. അപ്പാ, നീ അല്ലാതെ വേറെ ഒരു സഹായമില്ല എന്ന് പറയുക. അങ്ങനെ പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നാം അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മളെ വിടുവിക്കും. അപ്പോൾ ഒന്ന്, ആശ്രയിക്കുന്നവനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമതായി 91 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ ദൈവം അനുവദിച്ചില്ല. 2, പറ്റിയിരിക്കുന്നവനെ. ഒരു സ്റ്റെപ്പും കൂടെ ദൈവസാന്നിധ്യത്തോട്, കർത്താവിനോട് പറ്റിയിരിക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഈ ദിവസങ്ങളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മളെ കർത്താവിങ്കിൽ നിന്നും ദൂരോട്ട് മാറ്റിക്കൊണ്ടു പോകാനിടയാകരുത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ദൈവത്തോട് പിറുപിറുക്കാനിടയാകരുത്. പറ്റിയിരിക്കുക. പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. മൂന്നാമതായി 34 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 34 സങ്കീർത്തനം അതിൻ്റെ 17 വാക്യം ഇങ്ങനെ പറയുന്നു: നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടത്തിൽ നിന്നല്ല, സകല കഷ്ടങ്ങളിൽ നിന്നും. എന്നോട് കൂടെ പറഞ്ഞേ, സകല കഷ്ടങ്ങളിൽ, സകല കഷ്ടത്തിൽ നിന്നും നല്ല. എൻ്റെ പ്രിയ മാതാവേ, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ഇന്ന് ഈ മോർണിംഗ് ഡിവോഷനിൽ നാം ആയിരിക്കുമ്പോൾ നിന്റെ പാളയത്തിനു ചുറ്റും, നിന്റെ തലമുറകളായിരിക്കുന്ന ഇടത്ത് പാളയത്തിനു ചുറ്റും സ്തോത്രം ദൂതന്മാർ ഇറങ്ങി വിടുവിക്കേണ്ട ഇടത്തു നിന്നും ചിലതിനെ വിടുവിച്ചു കൊണ്ടുവരും എൻ്റെ ദൈവം.
യേശുപ്പച്ചൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഏത് പ്രതിസന്ധികളാകട്ടെ, ഏത് ഭാരമാകട്ടെ സഹോദര, ആമേ കടന്നു പോകുന്നത്, ഏത് ഞെരുക്കമാകട്ടെ, ആമേ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ അവങ്കൽ ആശ്രയിച്ചു, ആമേ അവർ ലജ്ജിച്ചു പോയില്ല, ദൈവം അവരെ വിടുവിച്ചു. അതുപോലെ നീ ലജ്ജിക്കത്തില്ല കേട്ടോ, ആ നിന്ന വരുത്തില്ല. ആമേൻ. എൻ്റെ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ, പറ്റിയിരുന്നവൻ എന്ത് സംഭവിക്കും? അവൻ ദൈവത്തോടും ദൈവസാന്നിധ്യത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ചേർന്ന് നിൽക്കുക. അവൻ എന്ത് ഭവിക്കുമെന്ന് കാണാൻ ഒരു കൂട്ടരുണ്ട്. പക്ഷെ പറ്റിയിരിക്കുന്ന നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. മൂന്നാമത് പറയുക, ഞങ്ങൾ നിലവിളിച്ചു. യഹോവ അത് കേട്ടു. കേൾക്കും. നിന്റെ നിലവിളി കേൾക്കുമെന്നേ. നിന്റെ നിലവിളി കേട്ടില്ലേ പിന്നെ ആരുടെ നിലവിളിയാ കേൾക്കുന്നേ? നമ്മളിന്ന് പാടിയത് അങ്ങനല്ലേ? ചെന്മയായി തുറന്ന ഒരു കാതെനിക്കുണ്ടെന്ന് എൻ്റെ നിലവിളി കേൾക്കാൻ. അത് നമ്മുടെ ധൈര്യമല്ലേ? നമ്മൾ ഇന്നലകളിൽ നിലവിളിച്ചപ്പോഴൊക്കെ അവൻ കേട്ടിട്ടില്ലേ? നമ്മളെ വിടുവിച്ചിട്ടില്ലേ? ഈ എളിയവർ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. എളിയവൻ്റെ നിലവിളി വലിയവനൊന്നും ശ്രദ്ധിക്കത്തില്ലെന്നേ. വലിയവൻ്റെ ഏതെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് പത്രത്തിൻ്റെ മെയിനിൽ വരും. എളിയവനെയൊക്കെ ആര് ശ്രദ്ധിക്കാൻ? പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട്. എളിയവൻ്റെ ചെറിയ ഞരക്കങ്ങൾ പോലും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആമേ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. വേറെ ആരും കേൾക്കുന്നില്ലായിരിക്കും, പക്ഷെ സ്വർഗം കേൾക്കും. അവൻ ഇറങ്ങും, അവൻ ദൂതന്മാരെ അയക്കും, നിന്നെ വിടുവിക്കും. കണ്ണുകളടയ്ക്കാം. ആശ്രയിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം, പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം, നിലവിളിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം. ഇന്ന് ഈ ആഴ്ചയിൽ ചില വിടുതലുകൾ, ചില വിഷയങ്ങൾക്കകത്തു നിന്നും വിടുതൽ. അത് രോഗമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മറ്റേതെങ്കിലും കെണികളാകട്ടെ, അതിനകത്തുനിന്ന് ചിലതിനെ ദൈവം വിടുവിക്കും. ആമേൻ. സ്തോത്രം. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് പകൽ ഞങ്ങളോട് കൈമാറിയ ദൈവിക ദൂതനായി സ്തോത്രം. ഈ മോർണിംഗ് ഡിവോഷനിൽ ജോയിൻ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേ. അങ്ങയോട് പറ്റിയിരിപ്പാൻ, ആമേൻ, അങ്ങയോട് നിലവിളിപ്പാൻ, കർത്താവെ അങ്ങിൽ ആശ്രയിപ്പാൻ, ആമേ, ആ വിടുതലുകൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് അത് ചെയ്യുകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യാത്രകളിൽ, വാഹനങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ കാവൽ പ്രത്യേകം ഞങ്ങൾ ഇട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഡിവൈസുകളുടെ മേലും കർത്താവ് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും വിടുവിക്കണം. കർത്താവെ, ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളാൽ ഉണ്ടായേക്കാമാകുന്ന സകല രോഗങ്ങളിൽ നിന്നും വിടുവിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠനശാലകളിൽ സൂക്ഷിക്കണം. ദുഷ്ടത്തിൻ്റെ കണ്ണുകൾ വരുവാൻ അനുവദിക്കരുത്, വിടുവിക്കണം. കർത്താവെ, പകരുന്ന വ്യാധി, പകയൻ്റെ കെണികളിൽ നിന്നും അങ്ങ് വിടുവിക്കണം. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കണം. രോഗശക്തികളിൽ നിന്നും അങ്ങ് വിടുവിക്കണം. കർത്താവെ, ഈ ദുഷ്ടലോകത്തിൽ നിന്നും ഞങ്ങളെ അങ്ങ് വിടുവിച്ച് അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ച് അങ്ങയുടെ സാന്നിധ്യത്തിൽ ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ ഇടവരുത്തുന്നത് ഓർത്ത്, മുന്നേറാൻ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.